കൈകാലുകൾ ബന്ധിച്ച് വൈക്കം വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കി തമിഴ്നാട് സ്വദേശിയായ 6ാം ക്ലാസ് വിദ്യാർത്ഥി. കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട് കായലിന് കുറുകെ 12 കിലോമീറ്റർ ദൂരം നീന്തി കീഴടക്കി തമിഴ്നാട് സ്വദേശിയായ 6ാം ക്ലാസ് വിദ്യാർത്ഥി. യൂണിയൻ ബാങ്ക് ചീഫ് മാനേജരുമായ എ. അരവിന്ദൻ, പി. ദിവ്യ ദമ്പതികളുടെ മകനും സാഹസിക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ചേർത്തല കാര്യാത്തുകടവിൽ നിന്നും രാവിലെ 7:08-ന് ആരംഭിച്ച നീന്തൽ വൈക്കം കായലോര ബീച്ചിൽ 9:59-ന് നീന്തി കയറി. വൈക്കം നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ, വെറ്ററൻ നീന്തൽ താരം പ്രൊഫസർ കെ.സി. സെബാസ്റ്റ്യൻ, റിട്ടയർഡ് BSF സൈനികനും നീന്തൽ താരവുമായ KN ബൈജു, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിൽ മൂവാറ്റുപുഴയാറിൽ 7 മാസത്തോളം കഠിന പരിശീലനം നടത്തിയാണ് ചെമ്പിയാൻ വേമ്പനാട്ടുകായലിലെ നീന്തൽ ഉദ്യമത്തിന് തയ്യാറെടുത്തത്. മകനെ നീന്തൽ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് പരിശീലിപ്പിച്ചത്. എന്ന് ചെമ്പിയാന്റെ താൽപര്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു സാഹസിക ഉദ്യമത്തിന് മുതിർന്നതെന്നും ചെമ്പിയാന്റെ മാതാപിതാക്കൾ പറഞ്ഞു. നടുക്കായലിലെത്തിയപ്പോൾ ശക്തമായ ഓളം നീന്തലിന് തടസ്സപ്പെടുത്തിയിരുന്നു. എങ്കിലും പരിശീലനത്തിന്റെ ബലത്താൽ നീന്തിക്കയറാൻ കഴിഞ്ഞ 1ാം ക്ലാസ്സുകാരിയായ അനുജത്തി മാദിനിയെ കായലിൽ നീന്തിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നും ചെമ്പിയാൻ പറഞ്ഞു. കായലോര ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനം നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ നിന്ന് എത്തി കേരളത്തില് പെരുമ്പാവൂര് ജോലി നോക്കുന്ന ഇടയിൽ കുട്ടിയെ വേമ്പനാട്ടുകായൽ 12 കിലോമീറ്റർ നീന്തി വേൾഡ് റെക്കോർഡിന് വേണ്ടി പരിശീലിപ്പിച്ച് ഇവിടെ എത്തിച്ച് ഈ ചടങ്ങ് പൂർത്തിയാക്കിയ അവരുടെ ഒരു ശ്രമം വളരെ വലുതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ കൊച്ചു കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ രക്ഷകർത്താക്കള് വടിയും ഒക്കെയായി വന്ന് വഴക്കുണ്ടാക്കി കരയിൽ കയറ്റുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം 18-19 കാലയളവിലെ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിലാണ് നീന്തലിനൊരു പ്രാധാന്യം ജനങ്ങൾ കണ്ടു തുടങ്ങിയത്. പ്രത്യേകിച്ച് കേരളത്തിലെ ആ വലിയ ദുരന്തം, ആ ദുരന്തത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കുകയും എല്ലാ ആളുകളും അതിനുള്ള ഒരു അവബോധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ വിവിധ സംഘടനകൾ അടക്കം ചെമ്പിയാന് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പ്രൊഫസർ കെ.സി. സെബാസ്റ്റ്യൻ, KN ബൈജു, SBI ഉദ്യോഗസ്ഥൻ ഹാരിഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അത് കാരണമുണ്ട്. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മത്സരത്തിന് നല്ല ശക്തിയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും സാധാരണക്കാരെല്ലാം പിന്മാറും. കാരണം അവർക്കൊരു വേദിയില്ല മത്സരിക്കാൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഈ ആശയം, അതായത് ഒരു 5 വയസ്സിട്ട് 100 വയസ്സ് വരെ ഗ്രൂപ്പ് തിരിക്കും. 30, 34, 35, 39 എന്ന് പറഞ്ഞ് 100 വയസ്സ് വരെ ഈ തിരിക്കും. വി വിഷൻ ന്യൂസ്, വൈക്കം.